കാണിക്കാൻ പോകുന്നത് നമുക്ക് പെൻറ്റാസ് ചെടികളെ കുറിച്ചിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കെയറിങ്ങും അതുപോലെ തന്നെ എങ്ങനെ ഞാൻ അത് റൂട്ട് ചെയ്തു, എങ്ങനെ എത്ര പൂക്കൾ ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. ഒരുപാട് കളേഴ്സിൽ നമുക്ക് അത് അവൈലബിൾ ആണ്. പെൻറ്റാസ് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സ്റ്റാർ ക്ലസ്റ്റർ, സ്റ്റാർ ഫ്ലവർ, ബട്ടർഫ്ലൈ ഡീപ്പ് റോസ്, അങ്ങനെ ഒരുപാട് പേരുകളുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടി തന്നെയാണ് നമ്മുടെ പെൻറ്റാസ്. നമ്മുടെ തെച്ചി പൂക്കളോട് ഏകദേശം സിമിലർ ആണ് അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ. പക്ഷേ തെച്ചി കുറച്ചുകൂടി ഹാർഡറാണ്, ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇഷ്ടം പോലെ കളേഴ്സ്, പിങ്ക്, റെഡ്, വൈറ്റ്, ക്രീം, ലൈറ്റ് പിങ്ക്, ലൈറ്റ് വയലറ്റ്, അങ്ങനെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. എൻ്റെ അടുത്ത് ഏകദേശം 5-6 കളർ ഉണ്ട്. ഇതിൻ്റെ 5 പോയിൻറ്റഡ് പെറ്റൽസ് ആണ് ഇതിന് ഈ ഒരു പെൻറ്റാസ് എന്നുള്ളൊരു പേര് വരാൻ തന്നെ കാരണം. പൂമ്പാറ്റകളെയും തേനീച്ചകളെയൊക്കെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ചെടി തന്നെയാണ്. ശരിക്കും നമ്മൾ ഗാർഡനെ ഇതുണ്ടെങ്കിൽ ഒരു 5-6 കളർ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും നമ്മൾ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട്. നിറയെ പൂക്കൾ തരും, വർഷം തോറും നമുക്ക് പൂക്കൾ തരും. ഇപ്പം മഴക്കാലത്തേക്കും കുറച്ചുകൂടി കുറവ്, പക്ഷേ എന്നാലും നമുക്ക് പൂക്കൾ എപ്പോഴും തന്നെ കാണാൻ പറ്റുന്ന ഒരു വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു ചെടിയാണ്. അതായത് ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് സീഡ്സ് വഴിയും നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ കട്ടിങ്സ് വഴിയും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. സീഡ്സ് വഴിയാകുമ്പോൾ കുറച്ചുകൂടി സ്ലോ ആയിരിക്കും, അത് വിത്ത് വീണ് പിന്നെ അതായി ഇങ്ങനെ ചെടിയായിട്ട് വരണമല്ലോ. പക്ഷേ കട്ടിങ്സ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുക. അവിടെ ഇവിടെയൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇതുപോലത്തെ കുറച്ച് കട്ടിങ്സ്, അതായത് കുറച്ച് നല്ല ഹാർഡായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടിങ്സ് എടുക്കാൻ ശ്രമിക്കുക. കുറച്ചിങ്ങനെ ലൈറ്റായിട്ടുള്ള കുറച്ചൊരു ഇങ്ങനെ ഗ്രിപ്പ് കിട്ടാത്തൊരു കട്ടിങ് എടുക്കുകയാണെന്ന് വെച്ചാൽ അത് പിടിക്കാനൊരു കുറച്ചൊരു ഇതാണ് കേട്ടോ. അത് പെട്ടെന്ന് ഉണങ്ങി പോകുന്നുണ്ട്. ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, വേണമെങ്കിൽ അടിയത്തെ ഇലകളൊക്കെ ഊരി മാറ്റണമെങ്കിൽ ഊരി മാറ്റും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, എന്നാൽ എങ്ങനെയായാലും ഇത് പിടിക്കുന്നുണ്ട് കേട്ടോ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിപ്പം ഇപ്പോൾ വേനൽ സമയത്തൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ കറ്റാർവാഴ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ കറ്റാർവാഴ ഒന്നും വേണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് നെല്ല് വേഗം വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ മഴക്കാലത്താണെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് കുത്തിയിട്ടാൽ മതി. ഏതെങ്കിലും ചട്ടിയിലോ നിലത്തോ എവിടെയെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. നമുക്ക് ഹെഡ്ജൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണ്. ഹെഡ്ജായിട്ട് ഇങ്ങനെ ഒരു കെട്ടിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ മടുപ്പിച്ച് പല കളേഴ്സ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഞാനിപ്പോൾ ഡിപ്പ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ജോയിൻ്റ് അവിടെ നിന്നാണ് നന്നായിട്ട് വേര് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിപ്പം ഇപ്പം എടുക്കാൻ പോകുന്ന ഈ ലാസ്റ്റത്തെ ഈ ഒരു സൈസ് എടുക്കണ്ട കേട്ടോ. ഇത് കുറച്ചുകൂടി ഒരു അത്ര സ്ട്രോങ് അല്ല. അങ്ങനെ സ്ട്രോങ് അല്ലാത്തത് എടുത്തു കഴിഞ്ഞാൽ വേര് പിടിച്ച് കിട്ടുന്നില്ല. അപ്പം എപ്പോഴും ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹാർഡർ ആയിട്ടുള്ളത് എടുക്കുക. ജസ്റ്റ് നമ്മളിങ്ങനെ ഇതിപ്പം കറ്റാർവാഴ വേണമെന്നൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ പിടിപ്പിച്ചാൽ ഇഷ്ടം പോലെ പിടിച്ച് കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതന്നെ വേണമെന്ന് പറയുന്നൊന്നുമില്ല ഞാൻ കേട്ടോ. പിന്നെ ചട്ടിയിൽ നമ്മൾ ജസ്റ്റ്, ഞാനിപ്പോൾ ഗാർഡൻ സോയിൽ മാത്രമാണ് എടുത്തിട്ടുള്ളത്, വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. മഴക്കാലമാണെങ്കിൽ വേഗം തന്നെ പിടിച്ച് കിട്ടും. അത് വെച്ചാൽ മഴയത്ത് ഡയറക്റ്റ് കൊണ്ട് വെക്കരുത്, ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ മുമ്പേ ചെയ്ത് വെച്ച കുറച്ച് കട്ടിങ്സ് ആണ്. അതിൽ ഒരെണ്ണം കേടായിപ്പോയി, ചിലപ്പം കുറച്ച് അത്ര ആരോഗ്യമില്ലാത്തതായിരിക്കണം. അപ്പോൾ നല്ല ആരോഗ്യമുള്ള നല്ല എനർജി ആയിട്ടുള്ള തണ്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാത്തിലും ഇതിപ്പോൾ ഏകദേശം 2-3 ആഴ്ച ആയിട്ടുള്ളൂ, 2 ആഴ്ച ആയിട്ടുള്ളൂ മാക്സിമം. അപ്പോൾ തന്നെ വേര് വളരെ കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള വേരുകൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും സമയമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മഴക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, മഴയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് മഴയത്ത് വെച്ചാൽ ചിലപ്പോൾ അടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത്, എന്നാൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കുഞ്ഞ് വേരുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇതുപോലെ തന്നെ വേര് വന്ന് കിട്ടും കേട്ടോ. അതായത് നമ്മൾ കട്ടിങ്സ് കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ചെടികളും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് നന എന്തായാലും നിർബന്ധമായിട്ടും വേണം. കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ, ജോയിൻറ്റ് വരുന്ന ആ സ്ഥലത്ത്, അതായത് ആ ഒരു ജോയിൻറ്റ് വരുന്ന സ്ഥലത്താണ് പെട്ടെന്ന് വേര് വേഗം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ കട്ടിങ്സ് നോക്കി സെലക്ട് ചെയ്യുക. ഇത് ബിഗിനേഴ്സിനാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് ഒരു സംശയമായിരിക്കും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേര് പിടിപ്പിക്കുന്നതും അതിൻ്റെ അകത്ത് എത്ര വേര് വന്നു, 2 ആഴ്ചയ്ക്കുള്ളിൽ എത്ര വേര് വന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതങ്ങനെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ നിലത്ത്, അതായത് ഡയറക്റ്റ് മണ്ണിലാണെങ്കിൽ, ചട്ടിയിലല്ലാതെ മണ്ണിലാണ് വെക്കണമെന്ന് വെച്ചാൽ നമുക്കത് വലിയൊരു പ്രശ്നമില്ലാതെ അതങ്ങനെ പോകും. വലിയ ഈ മീലി ബഗ്സ് അങ്ങനത്തെ ഒന്നും അത്ര ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പെസ്റ്റുകളുടെ ഒരു അറ്റാക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അടുപ്പിച്ച് വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്ക് ഇലയുടെ അടിയിലൊക്കെ ഒന്ന് നോക്കുക, വെള്ളപ്പൊടികൾ കാണുകയെന്ന് വെച്ചാൽ നമ്മൾ മാസത്തിൽ
ഒരിക്കൽ വേപ്പെണ്ണ മിശ്രിതം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാൻ വെച്ചാൽ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കൊടുത്താൽ മതി. വലിയ ഹാർഡി ആയിട്ടുള്ളൊരു ചെടിയൊന്നുമല്ലല്ലോ. അത്യാവശ്യം പച്ചക്കറീൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നന്നായിട്ട് നമുക്ക് പൂക്കൾ കിട്ടുന്നുണ്ട്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത്, ബ്രൈറ്റായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക ആദ്യം തന്നെ വെക്കുമ്പം, പൂക്കൾ നിറയെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെഡ് ഹെഡിങ് എപ്പോഴും ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഓരോരോ ബ്രാഞ്ചസ് പൂക്കൾ വന്നു കഴിഞ്ഞ ബ്രാഞ്ചസിന് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ അവിടുന്ന് ശാഖകൾ വന്ന് ഇഷ്ടംപോലെ പൂക്കൾ നമുക്ക് തരും. ഇനി ഒരുമിച്ചാണ് നിങ്ങൾ വെച്ചാൽ കറക്റ്റായിട്ട് ഒരേപോലെ കട്ട് ചെയ്യുക. ഒരേപോലെ കട്ട് ചെയ്യുമ്പം ഉള്ള ഗുണം എന്താ വെച്ചാൽ ഒരേപോലെ അത് വളർന്നു കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും പൂക്കളും ഉണ്ടാകും. ഇപ്പം നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത് വെച്ചാൽ അതിൻ്റെ അകത്ത് കുറച്ച് മേൽമണ്ണും കുറച്ച് മണലും കുറച്ച് ചകിരിച്ചോറും അതുപോലെ തന്നെ കുറച്ച് കമ്പോസ്റ്റും മാത്രം മതി. നമ്മൾ വേര് പിടിച്ചൊരു ചെടി ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക. വെയിൽ കിട്ടണം അതേ ഒരു ഇതിൽ തന്നെ നമ്മൾ നനച്ചു കൊടുക്കണം. പിന്നെ മഴക്കാലത്ത് നിങ്ങൾ സാധാരണ ഡയറക്റ്റ് മണ്ണിലാണ് വെക്കുന്നത് വെച്ചാൽ ഈ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചീഞ്ഞു പോകും കേട്ടോ. പിന്നെ ആ ഒരു ചെടി തന്നെ കാണില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കണം. ഒരു കട്ടിങ്സ് എവിടെയെങ്കിലൊക്കെ പിടിപ്പിച്ച് മാറ്റി വെക്കും വേണം. അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിംഗ് മിക്സ് ആയിരിക്കണം നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വേനൽക്കാലം ആകുമ്പോൾ ഡെയിലി നന നിർബന്ധമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ടം കുടുങ്ങി ചെടി കേടായി പോകാനുള്ള ചാൻസ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും കട്ടിങ്സ് കിട്ടിയിട്ട് നമുക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മളത് കുറച്ച് ലേറ്റായി പോയി, അത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ വെച്ചാൽ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ഫിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ചിലപ്പം കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു ടിപ്പാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മൾ ഈ ഒരു വീഡിയോ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ബിഗിനേഴ്സിനൊക്കെ ബെസ്റ്റ് ചോയ്സ് ആണ് ഈ ഒരു പെൻറ്റാസ് ചെടി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. ചന്ദനമോ